ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ. സാരംഗി ക്യാബിനിൽ ചെല്ലുമ്പോൾ സത്യയുടെ അടുത്തായുള്ള ചെയറിൽ ആ പെൺകുട്ടിയും ഇരിപ്പുണ്ട്. ഗോതമ്പിന്റെ നിറമാണ് അവൾക്ക്. വിടർന്ന കണ്ണുകളും നീളൻ പുരികവും. മുഖത്ത് പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ല. ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഒട്ടിച്ചേർന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സാരംഗിന് വിറഞ്ഞു കയറി. സാരംഗിൻ്റെ മുഖം കണ്ടപ്പോഴേക്കും സത്യയുടെ മുഖത്ത് ചിരിയായിരുന്നു. നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചപ്പോൾ പോലും നീ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. സാരംഗ്, പ്ലീസ് മീറ്റ് മിസ് അപൂർവ. കാനഡയിൽ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത് അപൂർവയെയാണ്. ഷീ ഈസ് മൈ ബെസ്റ്റി. അവളെയും ചേർത്ത് പിടിച്ച് സത്യ അങ്ങനെ പറയുമ്പോൾ അവളുടെ മുഖം ചുവന്നു. ഹായ്. അത്രയും തെളിച്ചമില്ലാതെ സാരംഗ് അവൾക്ക് നേരെ കൈനീട്ടി. എന്നാൽ അവൾ കസേരയിൽ നിന്ന് എണീറ്റ് നേരെ സാരംഗിനെ ഹഗ് ചെയ്തു. പെട്ടെന്ന് അടിവയറ്റിൽ നിന്നും മഞ്ഞു പെയ്ത സുഖം. സാരംഗിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ സത്യയ്ക്ക് ചിരി വന്നു. പറയാൻ വന്നത് എന്താണെന്ന് പോലും മറന്ന് സാരംഗ് പുറത്തേക്ക് പോയി. സാരംഗി ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു സത്യ. സത്യയുടെ കൂടെയുള്ളത് ആരാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളത് ചോദിച്ചില്ല. എന്നാൽ അവളുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ സാരംഗിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളോട് എന്ത് പറയുമെന്ന് ആലോചിച്ചായിരുന്നു അവൻ വന്നത്. എന്നാൽ ഇന്ന് നമുക്ക് പോകേണ്ട വർക്ക് സൈറ്റ് എന്താണെന്നും അവിടുത്തെ ലേബേഴ്സിന് എത്ര എന്നുള്ള 100,000 കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ സംസാരിച്ചത്. നന്ദു സത്യയെക്കുറിച്ചൊന്നും ചോദിക്കാത്തത് സാരംഗിന് അതിശയമായി. അല്പം കഴിഞ്ഞപ്പോൾ സത്യയും അപൂർവയും ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നു. സാരംഗ് അത്യാവശ്യമായി സ്റ്റാഫിനോട് കോൺഫറൻസ് കോളിൽ എത്താൻ പറയണം. സത്യ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. സാരംഗ് രണ്ടുപേരെയും മാറി മാറി നോക്കി. കൊള്ളാം, ഇങ്ങനെയാണെങ്കിൽ ഇതൊരു നടക്ക് പോകില്ല. ഇവിടെ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് അറിയുകയുമില്ല. കോൺഫറൻസ് ഹാളിൽ സത്യ, സാരംഗ്, അപൂർവ 3 പേരും ഇരുന്നു. ഓഫീസ് സ്റ്റാഫ് മുഴുവനും പുതിയ ആൾക്കാരായതുകൊണ്ട് അവർക്കാർക്കും തന്നെ സത്യയും നന്ദുവും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് അറിയില്ല. അതൊരു അനുഗ്രഹമായിട്ടാണ് നന്ദുവിന് തോന്നിയത്. ഡിയർ ഫ്രണ്ട്സ്, മീറ്റ് മിസ് അപൂർവ. നമ്മുടെ കമ്പനിയിലെ പുതിയ സ്റ്റാഫാണ്. അഡ്വർടൈസിംഗ് വിങ്ങിൻ്റെ ഹെഡും എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കമ്പനിയിൽ കുറേയധികം അഴിച്ചുപണികൾ നടക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും അധികം വിശ്വസ്തരായിട്ടുള്ള കുറച്ച് പേരെയാണ് ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരിൽ നിന്നും ചതിവ് പറ്റിയെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ മെയിലിൽ നിന്നും കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അയച്ച ടെൻഡർ നോട്ടീസിലെ എമൗണ്ട് ആരോ മാറ്റി പകരം പുതിയ നോട്ടീസാണ് ഇവിടെ നിന്നും അയച്ചിരിക്കുന്നത്. അതാരാണെന്ന് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയണം. ഇന്ന് വൈകുന്നേരം 6 മണിവരെ ഞാൻ സമയം തരുന്നുണ്ട്. അതിനുള്ളിൽ ആരാണ് ചെയ്തതെന്ന് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്ഷമിച്ചുവെന്ന് വരും. അതല്ല, ഞാനായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും. സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും സത്യയുടെ കണ്ണുകൾ നന്ദുവിൻ്റെ നേർക്ക് നീളുന്നുണ്ടായിരുന്നില്ല. അതവളെ വല്ലാതെ സങ്കടപ്പെടുത്തിയെങ്കിലും അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ അവളും. മീറ്റിംഗ് കഴിഞ്ഞ് സത്യയുടെ വാലിൽ തൂങ്ങി പിന്നാലെ പോകുന്ന അപൂർവയെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവളോട് എന്തോ ചോദിക്കാൻ വന്ന സാരംഗിനെ കണക്കിന് കിട്ടുകയും ചെയ്തു. ഇതെന്ത് പാടാ എന്ന് ആലോചിച്ചുകൊണ്ട് സത്യ പോയ വഴിയെ നോക്കി നിന്നപ്പോൾ അതിനും കിട്ടിയ ആവശ്യത്തിൽ കൂടുതൽ. തൊലിവെളുത്ത ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ എല്ലാത്തിൻ്റെയും മട്ടും ഭാവവും മാറി. നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ, വായി നോക്കി. സാരംഗിനെയാണ് പറയുന്നതെന്ന് അവന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവളോട് ഒന്നും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് കരുതി ഒന്നും മിണ്ടാൻ പോകാതെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി സാരംഗ്. അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ആലോചിച്ചത് നന്ദുവിനെ കൂട്ടിയിട്ടില്ലല്ലോ എന്ന്. എന്നും രാവിലെ വന്നു കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും വാങ്ങി കഴിപ്പിക്കുന്ന ശീലമുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയോ ചെറിയമ്മയോ എന്തെങ്കിലും കൊടുത്തുവിടും. നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്ന ജോലി സാരംഗിൻ്റെയാണ്. അന്നും നന്ദുവിനേറെ ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ലത. ബാഗിൽ നിന്നും അതെടുത്ത് നന്ദുവിനെ കൂട്ടാൻ ക്യാബിനിൽ ചെല്ലുമ്പോഴാണ് കരഞ്ഞു വീർത്ത മുഖവുമായിരിക്കുന്ന പെണ്ണിനെ കാണുന്നത്. എന്തിനാ മോളെ നീ കരയുന്നത്? അവൻ എന്തെങ്കിലും കാണിച്ചെന്ന് കരുതി അതോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? നിനക്ക് ചുറ്റും ഞങ്ങളെല്ലാവരും ഇല്ലേ മോളെ? പിന്നെന്താ? എനിക്കറിയാം ഏട്ടാ, എനിക്ക് ചുറ്റും നിങ്ങളെല്ലാവരും ഉള്ളതാണ് ഇപ്പോൾ എൻ്റെ ധൈര്യം. പക്ഷേ എന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് പോലും അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. പറയുമ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയി. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സാരെങ്കിലും തോന്നി. സാധാരണ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും കൂടുതലായി ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വിഷമിപ്പിക്കാതെ എങ്കിലും ഇരുന്നൂടെ, ഇതൊഴിവാക്കാമായിരുന്നു എന്ന് അവന് തോന്നി. ഒപ്പം സത്യയോട് വല്ലാതെ ദേഷ്യവും. സാരമില്ല മോളിങ്ങി വന്നേ, ഏട്ടനൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്.
രാവിലെ അമ്മ തന്നുവിട്ടതാണ്. നിന്നെക്കൊണ്ട് മുഴുവൻ കഴിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഇത് കഴിക്കാം. അവളെ നിർബന്ധിച്ച് അവൻ ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു കസേരയുടെ ഇരുവശവുമായിരുന്ന് അവൾക്ക് ഓരോരോ ഇലയുടെയായി പൊതിയിൽ നിന്നും അഴിച്ചെടുത്ത് കൊടുത്തു. അപ്പോഴേക്കും രമേശിനും അവിടെ എത്തി. 3 പേരും കഴിച്ചും കഴിപ്പിച്ചും സമയം പോയതറിഞ്ഞില്ല. എന്നാൽ ഇതെല്ലാം കണ്ട് ദൂരെ മാറി നിന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു സത്യ. നിന്നെ എൻ്റെ അടുത്തേക്ക് തിരികെ എത്തിക്കുന്നതിനാണ് ഞാൻ അപൂർവമായി വന്നത്. പക്ഷേ അതൊരു വിഷയമേ അല്ലാത്തതുപോലെയാണ് നിനക്ക് എന്നാണ് സത്യ അപ്പോൾ ചിന്തിച്ചത്. ക്യാൻറ്റീനിൽ നിന്നും സത്യ തിരികെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാര്യമായ ആലോചനയിലാണ് അപൂർവ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നതൊന്നും അറിഞ്ഞില്ല. എന്താടോ, താൻ വലിയ ആലോചനയിലാണല്ലോ. സത്യ, ഈ ഓഫീസിൽ നമ്മളെ സ്വീകരിക്കാൻ വന്ന ആ പ്രഗ്നൻ്റ് ലേഡി അതാരാണ്? ആ കുട്ടിക്ക് മെറ്റേണിറ്റി ലീവ് എടുത്തുകൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ വരുന്നത്? പുച്ഛത്തോടെയുള്ള അവളുടെ ആ ചോദ്യം സത്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. സത്യ ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് ദേഷ്യമടക്കാൻ ശ്രമിച്ചു. കാനഡയിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഫ്രണ്ടാണ് കിഷോർ. അവിടെ ചെല്ലുമ്പോൾ എന്തിനും ഏതിനും ഒരു സഹോദരനെ പോലെ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കിഷോറിൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അന്ന് കൂടെയുണ്ടായിരുന്ന അപൂർവ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഏകദേശം 1 വർഷക്കാലം അപൂർവ ട്രീറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ആരോടും മിണ്ടാതെയും പറയാതെയും എപ്പോഴും റൂം അടച്ചിരിക്കുന്ന സ്വഭാവം. കുറച്ചുനാൾ കാനഡയിൽ നിന്നപ്പോൾ കിഷോറിനോടും അവൻ്റെ ഫ്ലാറ്റിൽ തങ്ങേണ്ടി വന്നു. അന്ന് അമ്മുവിനോട് തോന്നിയ സ്നേഹവുമാണ് അപൂർവയോട് തോന്നിയത്. എന്തുകൊണ്ടോ വളരെ പെട്ടെന്ന് അവൾ താനുമായി അടുത്തു. അതവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് തന്നോടുള്ള സമീപനത്തിൽ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ. അത് മനസ്സിലാക്കിയതും കിഷോറിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് അവിടെ നിന്നും മാറിയതും. ഇപ്പോൾ കാനഡയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ മാക്സിമം കിഷോറിൻ്റെ അടുത്ത് എത്താതിരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ എയർപോർട്ടിൽ വെച്ച് തന്നെ ചെന്നുപെട്ടത് അവൻ്റെ മുന്നിലായിരുന്നു. ഇതിനിടയിൽ ആക്സിഡൻറ്റ് നടന്നതും വിവാഹം കഴിഞ്ഞതും ഒക്കെ അവനോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും കിഷോറിനോട് പറയാൻ മറന്നില്ല. എല്ലാം കലങ്ങി തെളിയുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കിഷോർ പറയുന്നത് നാട്ടിലേക്ക് പോകുമ്പോൾ അവളെ കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ. ഇത്തവണ വെക്കേഷന് കേരളത്തിൽ വരണമെന്നത് അവളുടെ ആഗ്രഹമായിരുന്നു. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നീ പോകുമ്പോൾ അവളെ കൂടി കൊണ്ടുപോ. 2 മാസം കഴിഞ്ഞ് അവളുടെ ലീവ് തീരാറാകുമ്പോൾ തിരികെ കയറ്റി അയച്ചാൽ മതി. അവനോട് എതിർത്തൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും ഇതിനെ ചുമന്ന് തലയിൽ വെച്ചത്. പിന്നീട് അല്പം സ്വാർത്ഥതയും തോന്നിപ്പോയി. അവൾ തൻ്റെ കൂടെയുള്ളപ്പോൾ നന്ദുവിനത് ഇഷ്ടക്കുറവാകുമെന്നൊക്കെ കരുതിയാണ് അവളെ കൂടെ കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോ എന്നുള്ള സംശയമാണ്. മൊബൈൽ റിങ് ചെയ്തപ്പോൾ സത്യ അതും എടുത്തുകൊണ്ട് സാരംഗിൻ്റെ റൂമിലേക്ക് ചെന്നു. എന്തിനാടാ നീ ഇവിടെ ഇരുന്നു കൊണ്ട് അപ്പുറത്തിരിക്കുന്ന എന്നെ വിളിക്കുന്നത്? ദേഷ്യത്തിലാണ് സത്യ ചോദിച്ചത്. ഇവിടെ ഇരുന്നു കൊണ്ട് അപ്പുറത്തെ മുറിയിലിരിക്കുന്ന നിന്നെ വിളിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അവിടേക്ക് കയറി വന്നാൽ നിന്റെ കൂടെ വന്ന മുതലിനെ കാണണമെന്ന് കരുതിയതാണ്. നീ എന്തൊക്കെ മണ്ടത്തരമാണ് സത്യ കാണിക്കുന്നത്? അപ്പുറത്തെ ക്യാബിനിലിരിക്കുന്ന ഗർഭിണി നിന്റെ ഭാര്യയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. ഈ സമയത്ത് അവളെ വേദനിപ്പിക്കുന്നതിന് ഒരു കണക്കില്ലേ? ഒന്നാലോചിച്ച് നോക്ക്. അവളും ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്നോട് അവൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്നാൽ നീ അവളോട് കാണിച്ചതിന് എന്തെങ്കിലും നീതിയുണ്ടോ? ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ഭാര്യ പദവിയിൽ നിന്നും പറഞ്ഞുവിട്ട് അതിനുശേഷം നീ അവളുടെ പുറകെ നടന്നു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നീ അവളെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. അവൾ വരില്ലെന്ന് കണ്ടതും നീ തിരികെ പോയി. എന്നിട്ട് അവളെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അതും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ആ കൊച്ചിൻ്റെ മുന്നിൽ കൂടി നീ മറ്റൊരുവളുടെ കയ്യും പിടിച്ച് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടി നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ഇത്രയും അധപ്പതിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സത്യ? സാരംഗ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശ്രീനന്ദ. പക്ഷേ അത് നിന്റെ കൈവെള്ളയിൽ നിന്ന് ഊർന്നു പോകുന്നത് കാണേണ്ടി വരുമല്ലോ എന്ന വേദനയിലാണ് ഞങ്ങൾ കുറച്ച് പ്രിയപ്പെട്ടവർ. നീ പറഞ്ഞതൊക്കെ ശരിയാണ് സാരംഗ്. എനിക്കൊരിക്കലും അവൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല. അവളെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചത്. പക്ഷേ അത് അവൾക്കൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നിന്റെ കുഴപ്പം. നിന്റെ ഈ ചിന്തകളാണ് സദ്യ ആദ്യം മാറ്റേണ്ടത്. നീ തന്നെ എല്ലാം സ്വയം കൽപ്പിച്ചു കൂട്ടുന്നു. അവളിവിടെ ആർക്ക് വേണ്ടിയാണ് വന്നതെന്നെങ്കിലും നീ ഓർക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഓർക്കേണ്ടതൊക്കെ എന്ത് ബന്ധമാണല്ലേ നിങ്ങൾ തമ്മിൽ. ഷെയിം ഓൺ യു സത്യ. ഇത്രയും നാൾ കൂടെ കിടന്നിട്ടും ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ടും നിനക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോടാ. അവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്നെങ്കിൽ പോലും. അവളുടെ താല് പറിച്ചു വാങ്ങിയപ്പോൾ നീ അവളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെങ്കിലും അവളുടെ മനസ്സിൽ ഇപ്പോഴും ഭർത്താവിൻ്റെ സ്ഥാനത്ത് നീയാണ്. ഗർഭിണിയായ ഭാര്യയെ വീണ്ടും തൻ്റെ അടുത്തേക്ക് വരുത്തുന്നതിന് വേണ്ടി എവിടെ നിന്നോ ഒരു പെണ്ണിനെയും വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അവളുടെ അവസ്ഥയെങ്കിലും നീ മനസ്സിലാക്കണമായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു. നീ ഒന്ന് ചെന്നവളോട് സംസാരിച്ച് അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കിടയിൽ. പക്ഷെ നീ അത് ചെയ്തില്ല.
എവിടെയും നിനക്ക് ജയിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ നീ തോൽക്കും സത്യ. നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞ അവളുടെ മുന്നിൽ നീ തോറ്റുപോകും. പറഞ്ഞു കഴിഞ്ഞ് അവൻ ഫോണും ഓഫ് ചെയ്ത് മാറ്റി കാറ്റുപോലെ പുറത്തേക്ക് പോയി. സാരംഗ് പറഞ്ഞതെല്ലാം സത്യമല്ലേ? അവളെ സങ്കടപ്പെടുത്താനേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. നല്ലതെന്ന് വിചാരിച്ച് ചെയ്തതെല്ലാം വിപരീതമായിട്ടേ ഉള്ളൂ. ഈ അവസ്ഥയിൽ അവൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്. തൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഒരു ന്യായവുമില്ല. സീറ്റിൽ ചാരി സത്യ കണ്ണുമടച്ചിരുന്നു. ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് കാണുന്ന ആളെ എന്നല്ലാതെ അതെന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞില്ല. അതൊന്ന് ചോദിക്കാൻ സാരംഗിൻ്റെ ക്യാബിനിലേക്ക് ചെന്നതാണ് നന്ദു. അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് സീറ്റിലിരിക്കുന്ന ആളെ കണ്ടത്. പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ആൾ കരയുകയാണെന്ന് മനസ്സിലായി. പോകാൻ കഴിഞ്ഞില്ല. അടുത്തേക്ക് ചെന്നു. പക്ഷെ പെട്ടെന്ന് ആൾ കണ്ണു തുറന്നു. സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ചേർത്ത് പിടിച്ചു. വഴുതി മാറാൻ കഴിഞ്ഞില്ല. തോളിൽ തല ചേർത്ത് കൊച്ചുകുട്ടികളെപ്പോലെ സത്യ കരഞ്ഞു. സോറി ശ്രീ, മാപ്പ് എല്ലാ തെറ്റിനും. നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല ഒന്നും ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്ത് വേണമെങ്കിലും പറഞ്ഞു ശ്രീ. ഞാൻ നിന്നെ സ്നേഹിച്ചില്ലെന്ന് മാത്രം പറയല്ലേ. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ ശ്രീ? പറച്ചിലിനോടൊപ്പം ഊർന്ന് അവളുടെ കാൽക്കലേക്കിരുന്നു സത്യ. അവളുടെ വയറിൽ മുഖം ചേർത്ത് കരച്ചിലടക്കി. വയറിൽ തിരിയിളക്കം പോലെ കുഞ്ഞിൻ്റെ ചലനം. സത്യയ്ക്ക് അതുകൂടിയായപ്പോൾ സങ്കടം അടക്കാനായില്ല. നിന്നോടും കുഞ്ഞിനോടും എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്രയും പാവിയായിരുന്നോ? അവനെ ആശ്വസിപ്പിക്കാനും സ്വയം ആശ്വസിക്കാനും കഴിയാതെ നന്ദു അവിടെ നിന്നു. അവളുടെ കണ്ണുകളും നിറച്ചു തൂവുന്നുണ്ടായിരുന്നു. അവൾ പതിയെ നിലത്തേക്കിരുന്നു. എൻ്റെ മുന്നിൽ ഇത്രയും താഴരുത് നിങ്ങൾ. അതെനിക്ക് സങ്കടമാണ്. അത്രമാത്രം പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. എന്തോ മനസ്സിൽ ഭാരം കുറഞ്ഞതുപോലെ തോന്നി സത്യയ്ക്ക്. രാത്രിയിൽ കിടക്കാൻ നേരം അവളുടെ മനസ്സിൽ നിറയെ ഉച്ചയ്ക്ക് നടന്ന സംഭവങ്ങളായിരുന്നു. മനസ്സ് മരവിച്ചതുപോലെയാണ്. ഒന്നും തോന്നുന്നില്ല. എന്താണ് തനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ എപ്പോഴോ ഉറങ്ങി. രാവിലെ അവിടെയും ഇവിടെയും തൂങ്ങിയിരിക്കുന്നത് കണ്ട് അമ്മ അടുത്തേക്ക് വന്നു. എന്താ മോളെ, വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? ഇല്ലമ്മേ. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. 7ാം മാസമാണ്. കുഞ്ഞിന് അനക്കമുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. എനിക്കൊരു കുഴപ്പമില്ലമ്മേ. മോളുടെ ഇരിപ്പ് കണ്ട് ചോദിച്ചതാണ്. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? എല്ലാത്തിനും മൂളൽ മാത്രമായിരുന്നു മറുപടി. രാവിലെ രമൺ ഗ്രൂപ്പിൻ്റെ അർജൻറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്ന വിവരം ഓഫീസിലെത്തുമ്പോൾ സാരംഗ് പറഞ്ഞാണ് നന്ദു അറിയുന്നത്. അതിൽ കുറച്ച് പേപ്പർ വർക്ക് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു അവൾ. സാരംഗിൻ്റെ ക്യാബിനിലേക്ക് എന്തോ അത്യാവശ്യത്തിന് പോകാൻ ഇറങ്ങി വന്നതായിരുന്നു നന്ദു. ഹായ് സ്വീറ്റി. നന്ദുവിനെ കണ്ടപാടെ അവൾക്ക് മുന്നിൽ കയറി നിന്നു അപൂർവ. യുവർ ഗുഡ് നെയിം? ശ്രീനന്ദ. ഓ, ഇത് എത്ര മാസമാണ് തനിക്ക്? 7. പിന്നെന്തിനാ ഈ വയറും വെച്ച് താനിങ്ങനെ ഓഫീസിൽ വരുന്നത്? വീട്ടിൽ അത്രമാത്രം ബുദ്ധിമുട്ടാണോ? ചോദ്യത്തോടൊപ്പം തന്നെ അവൾ കണ്ണുകൾ കൊണ്ട് നന്ദുവിനെ ആകെ ഒന്നുഴിഞ്ഞു. ഇവിടെയുള്ളവർ കല്യാണം കഴിഞ്ഞാൽ സാധാരണ നെറ്റിയിൽ കുങ്കുമവും കഴുത്തിൽ താലിയിടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ തനിക്കിത് രണ്ടും ഇല്ലല്ലോ. താൻ വിഡോ ആണോ? അതോ ആരെങ്കിലും പണി തന്നതോ? തൻ്റെ മൊത്തത്തിലെ അപ്പിയറൻസ് വെച്ച് നോക്കുമ്പോൾ വിഡോ ആകാൻ സാധ്യതയില്ല. എന്നാൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രേമിച്ച് കെണിയിലാക്കിയതോ? അതോ ഇതിനൊക്കെ പോകും മുന്നേ വേണ്ട മുൻകരുതൽ എടുക്കണ്ടേ? പറഞ്ഞു കഴിയും മുമ്പേ നന്ദുവിൻ്റെ കൈ അപൂർവയുടെ കവിളിൽ പുകച്ചു. അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ല് കൊഴിക്കും ഞാൻ. എടി, നീ എന്നെ തല്ലിയോ? ഹൗ ഡെയർ യു ആർ. അവളെ തല്ലാനായി ഉയർത്തിയ കൈ സാരംഗ് തടഞ്ഞു. നിന്റെ ധാർഷ്ട്യം അവളോട് വേണ്ട. അവൻ ആ കൈ കുടഞ്ഞു മാറ്റി. ഓ, അപ്പോൾ നീയാണോ ഇവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ? അവളെ പറഞ്ഞപ്പോൾ വല്ലാതെ പൊള്ളുന്നു ഡി. സാരംഗ് അവളുടെ അടുത്ത കവിളിൽ ഒന്നുകൂടി പൊട്ടിച്ചു. മേലിൽ ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. വേണ്ട ഏട്ടാ, വഴക്ക് വേണ്ട. നന്ദു ഇടയ്ക്ക് കയറി. മാറി നിൽക്കടി അങ്ങോട്ട്. അവളവനെ തടയാൻ വന്നേക്കുന്നു. നോക്കട്ടെ അവൻ എന്നെ എന്ത് ചെയ്യുമെന്ന്. പറഞ്ഞത് നന്ദുവിനെ പിടിച്ച് ആഞ്ഞു തള്ളിക്കഴിഞ്ഞിരുന്നു. ആ നീക്കം പ്രതീക്ഷിച്ചില്ല. നന്ദു പിന്നിലേക്ക് മലച്ചു വീഴാൻ തുടങ്ങിയതും കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ വീഴും മുമ്പേ അവളെ ബലമുള്ള കൈകൾ താങ്ങി. അയാളുടെ മാറിൽ പറ്റിച്ചേർന്നു. നന്ദുവിൻ്റെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു.